ഹായ് ഓൾ, സൺഡേ ചാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ദേവാലയത്തിലേക്കാണ്. തൃശ്ശൂർ അതിരൂപതയുടെ വിശ്വാസത്തിൻ്റെ നൗകയായ സെയിൻറ്റ് തെരേസാസ് ഷിപ്പ് ചർച്ചിലേക്ക്, അതായത് കപ്പൽ പള്ളിയിലേക്ക്. വിശ്വാസത്തെക്കുറിച്ചാണ് അവിടുത്തെ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും നമ്മളോട് പറയാനുള്ളത്. സോ ലെറ്റ്സ് ഗോ വിത്ത് ജീസസ് ആൻഡ് ലെറ്റ്സ് ചാറ്റ് വിത്ത് ജീസസ്. രൂപകൽപ്പനയിൽ മനോഹരമായതും ലോകത്തിലെ തന്നെ കപ്പൽ മാതൃകയിലുള്ള ഏക ദേവാലയമാണ് എറവ് സെന്റ് തെരേസാസ് കപ്പൽ പള്ളി. 99 വർഷങ്ങൾക്ക് മുമ്പ് ദാനം കിട്ടിയ 72 സെന്റ് സ്ഥലത്ത് 90 വർഷം മുമ്പ് പണിത ഓലമേഞ്ഞ കപ്പേളയിൽ നിന്ന് വിശ്വപ്രസിദ്ധമായ കപ്പൽ പള്ളിയിലേക്ക് വളർന്ന് ഇപ്പോൾ പുതിയ ദേവാലയ നിർമ്മാണത്തിൽ എത്തി നിൽക്കുന്ന എറവ് ഇടവകയുടെ മധ്യസ്ഥ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയാണ്. 1926 ആഗസ്റ്റ് 7 മണലൂർ പൂപ്പാടി വറുതുണിയുടെ മകൻ ദേവസി 72 സെന്റ് സ്ഥലം മിഷൻ പ്രവർത്തനം നടത്തുന്ന പ്രോപ്പഗാൻഡ ഫിദെ എന്ന വേദപ്രചാര സഭയ്ക്ക് ദാനം ചെയ്യുന്നിടത്താണ് എറവ് ഇടവകയുടെ ചരിത്രം തുടങ്ങുന്നത്. 1934 ഫാദർ പീറ്റർ കുണ്ടുകുളം ഓലമേഞ്ഞ ഒരു കപ്പേള പണിതു. 1941 കൊച്ചി രാജാവിൽ നിന്ന് തിട്ടൂരം ലഭിച്ചതോടെ അന്നത്തെ തൃശൂർ അതിരൂപത ബിഷപ്പ് മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി എറവ് കപ്പേളയിൽ പരിശുദ്ധ കുർബാനയർപ്പിക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. 1966 ജൂലൈ 3 എറവിനെ ഇടവകയായി തൃശൂർ രൂപത മെത്രാൻ മാർ ജോർജ് ആലപ്പാട്ട് പ്രഖ്യാപിക്കുന്നത്. അരിമ്പൂർ പള്ളി വികാരിയായിരുന്ന ഫാദർ ആന്റണി ഇരുമ്പനെ എറവ് ഇടവകയുടെ ആദ്യ വികാരിയായി നിയമിക്കും കൂടെ ചെയ്തു. 1983 ഡിസംബർ 25 വിശ്വപ്രസിദ്ധമായ എറവ് സെന്റ് തെരേസാസ് കപ്പൽ പള്ളി കൂദാശ ചെയ്തു. അന്നത്തെ വികാരിയായിരുന്ന ഫാദർ ഇമ്മാനുവൽ റാത്തപ്പള്ളിയാണ് കപ്പൽ പള്ളിയുടെ ശില്പി. ഇപ്പോഴത്തെ വികാരി റോയ് ജോസഫ് വടക്കനച്ചന്റെ നേതൃത്വത്തിൽ പുതിയ ദേവാലയ നിർമ്മാണത്തിലാണ് എറവ് ഇടവക. കപ്പൽ പള്ളിയിലെ സൺഡേ സ്കൂളിൽ നഴ്സറി ക്ലാസ് മുതൽ ACC ക്ലാസ് വരെ പഠിക്കുന്നത് 630 വിദ്യാർത്ഥികളാണ്. ഈ ഇടവകയിൽ ഇപ്പോൾ ദൈവവിളികളുടെ പൂക്കാലമാണ്. തുടർച്ചയായി 2 വർഷത്തിനുള്ളിൽ 6 പേരാണ് വൈദിക പഠനത്തിനായി സെമിനാറുകളിൽ ചേർന്നിരിക്കുന്നത്. 6 പതിറ്റാണ്ട് കാലം എറവ് ദേശത്തിന് ഐശ്വര്യമായി നന്മയായി പ്രഭചരിഞ്ഞു നിൽക്കുകയാണിവിടെ വിശ്വാസത്തിന്റെ നൗകയായ ഈ കപ്പൽ പള്ളി. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഈ കപ്പൽ പള്ളിയുടെ വികാരി ഫാദർ റോയച്ചനും അതുപോലെ തന്നെ അസിസ്റ്റന്റ് വികാരി ജോഷുവിനച്ചനുമാണ്. നമ്മുടെ റോയച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വൈദികനാണ്. മാത്രമല്ല ബാസ്കറ്റ്ബോളിൻ്റെ നാഷണൽ റെഫറി കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രൊഫസറും മുൻ ഡയറക്ടറും കൂടിയായിരുന്നു. നമുക്ക് അച്ഛനിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ജോഷുവിനച്ചൻ്റെ അടുത്തേക്ക് നമുക്കൊന്ന് പോകാം. ഈശോയുടെ ലഹരി എന്നതിൽ അച്ഛൻ എത്രത്തോളം കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് നമ്മുടെ ശാലം പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാമോ? ഈശോ കുഞ്ഞുമക്കളെ ഒരുപാട് സ്നേഹിച്ച പോലെ തന്നെയാണ് ഓരോ വൈദികനും ചെയ്യേണ്ടത്. അവരെ പോലെ തന്നെ ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അവരെ ഒപ്പം സ്നേഹിക്കുവാനും ചിരിച്ചും കളിച്ചും നടക്കുമ്പോൾ തന്നെ കുറേയൊക്കെ അവർ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്താൻ ചെയ്യണത്. അച്ഛാ ഈശോമിച്ച് സ്വീകരിക്കട്ടെ എന്ന് സന്തോഷത്തോടെ അതൊന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും ഈശോയ്ക്കാണ് ശരിക്കും സ്തുതി പോകുന്നത്. ആ സന്തോഷമാണ് എനിക്ക് ലഭിക്കുന്നത്. ഈ ഇടവകയെക്കുറിച്ചും ഇവിടുത്തെ മക്കളെക്കുറിച്ചും അതുപോലെ തന്നെ അച്ഛനെ കുറിച്ചും നമ്മൾ ശാലം പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സെലിബ്രേഷൻസ് ആർ ജസ്റ്റിസ് ടു ലൈഫ്, ബട്ട് ദർ ഷുഡ് ബി ലൈഫ് ടു സെലിബ്രേറ്റ്. നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത് ആഘോഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതം ഒരു ആഘോഷമായിട്ട് കാണുന്നൊരു തലമുറയാണ് നമുക്ക് ചുറ്റുമുള്ളത്. പക്ഷേ ആഘോഷം മാത്രമായിട്ട് ജീവിതങ്ങൾ ഒതുങ്ങരുത്. അതൊരു ജീവനുണ്ടെന്നും ആ ജീവന്റെ അടിസ്ഥാനം എന്തെന്നും കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ ഈ തലമുറ നമ്മുടെ കൂടെ നിർത്താൻ പറ്റും. ജീവന്റെ അടിസ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുക, ദൈവത്തിന്റെ ഏറ്റവും വലിയ ഗുണം സന്തോഷം, സമാധാനം. ഈ ഗുണങ്ങളൊക്കെ തന്നെ നമ്മൾ മക്കളിലേക്ക് കൊടുക്കണമെങ്കിൽ ഈ മക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ അവരിൽ ഒരാളായിട്ട് മാറി അവരോട് കൂടെ നടക്കുകയും ഒപ്പം അവരെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്ന വഴികളിലേക്ക് നടത്തുകയും ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവും? പലപ്പോഴും സന്തോഷം നമ്മളിലേക്ക് കടക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കുറ്റബോധമില്ലാതെ സന്തോഷിക്കാൻ പഠിക്കുക. കുറ്റബോധം വരുന്ന സന്തോഷങ്ങൾ മാറ്റിവെക്കുക. അപ്പം തന്നെ ഒരുപാട് കുട്ടികൾ, ഒരുപാട് ആളുകൾ നമ്മുടെ ദേവാലയത്തോടും ദൈവത്തോടും ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. എറവിടവകയിലെ ഈ കപ്പൽ പള്ളിയിലെ ഞാൻ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെയാണ്. എല്ലാവിധ സന്തോഷങ്ങളിലേക്കും കൊണ്ടുപോകുക. പള്ളി ചുറ്റുവട്ടത്ത് നമുക്ക് ആളുകളെ സന്തോഷിക്കാനുള്ള വേദികളാക്കി മാറ്റുക. ഒപ്പം ദൈവത്തോടൊപ്പം സന്തോഷിക്കാൻ
അവരെ പഠിപ്പിക്കുക. അതാണ് അടിസ്ഥാനപരമായിട്ടൊരു ചിന്ത. ശാലോമിൻ്റെ ഈ ഒരു മീഡിയ പ്രോഗ്രാം എന്തുകൊണ്ടും അർത്ഥവത്താണെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം കുട്ടികളോട് കൂടെ നടന്ന് കുട്ടികളോട് എൻഗേജ് ചെയ്ത് അവരെ ലോകത്തിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു മിഷണറി പ്രവർത്തനമാണ്. ശാലോം ടീമിനോട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എറവിടവകയുടെയും അഭിനന്ദനങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുന്നു. വികാരന്മാരെന്ന രീതിയിൽ ഇടവകയുടെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ KTSന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. കാരണം ഒരു 8 വർഷക്കാലം KTS അധ്യാപകനായിരുന്ന ആളാണ് ഞാൻ. ഏത് ആത്മീയ മേഖലയായാലും ഭൗതിക മേഖലയായാലും അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ എന്നും പരിശ്രമിച്ചിട്ടുണ്ട്. മുന്നോട്ടുള്ള എല്ലാ വഴികളും ഞങ്ങൾ അവർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ അധ്യാപകരും അതോടൊപ്പം ഞങ്ങളുടെ കുട്ടികളും അതിനോടൊപ്പം തന്നെ സഹകരിക്കുന്നതാണ്. അതാണ് ഞങ്ങളുടെ കപ്പൽ പള്ളിയുടെ ഒരു മാതൃക തന്നെ. മറ്റു പള്ളികൾക്ക് മാതൃകയാക്കാവുന്ന രീതിയിൽ നമ്മുടെ ഇടവകയിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതെന്തൊക്കെയാണെന്ന് നമ്മുടെ ശാലം പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാമോ? എൻ്റെ ഒരു വർഗീസ്, ഞാൻ ഈ യൂണിറ്റിൻ്റെ PT പ്രസിഡന്റാണ്. അച്ചടക്കത്തിൻ്റെ കാര്യത്തിലാണ് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കുട്ടികളെല്ലാവരും ചിലപ്പോൾ വീട്ടിൽ നിന്ന് വരുന്നത് എല്ലാവരും KTSന് കയറുന്നില്ല. അപ്പം അത്തരം കുട്ടികളെ ഞങ്ങൾ നോക്കി കറക്റ്റായ സമയത്ത് എത്തിക്കും. 2 ആഴ്ചകൾ കൂടുതൽ ഈ കുട്ടികൾ ഇവിടെ വന്നില്ലെങ്കിൽ ഞങ്ങൾ PT-കാർ പിള്ളേരെ വീട്ടിലെത്തും. ഇവിടെ നമുക്കൊരു വലിയൊരു ഇടവകയാണ്. ഇതൊരു വലിയൊരു 2 ഹൈവേയുടെ ഇടയിലുള്ള ഒരു ബൈപ്പാസാണ്. കുർബാന കഴിയുന്നതും KTS ഒരേ സമയത്താണ്. ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ഈ കുട്ടികളെ സുരക്ഷിതമായിട്ട് വീട്ടിൽ എത്തിക്കാൻ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനുള്ള എല്ലാ ഹെൽപ്പും ഞങ്ങൾ റോഡിൽ ഇറങ്ങി നിൽക്കും, ഗതാഗതം നിയന്ത്രിക്കും, കുട്ടികളെ സുരക്ഷിതമായിട്ട് വീട്ടിൽ എത്തിക്കാൻ എല്ലാം സംവിധാനിച്ചു. പിന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാ വർഷവും ഒരു ക്ലാസ് PT എന്ന പ്രോഗ്രാം ഉണ്ട്. ഞങ്ങൾ PT-കാർ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോയിട്ട് ഒരു ദിവസം അവരോടൊപ്പം ആയിരിക്കാനാണ്. അന്ന് ക്ലാസ് ഇല്ല. കാലഘട്ടത്തിന്റെ ചേഞ്ച് ഞങ്ങളോട് സംസാരിച്ച് നമ്മുടെ എക്സ്പീരിയൻസ് അവിടെ ഷെയർ ചെയ്യും. അപ്പോഴായിരിക്കും അവർക്ക് ഇതിനോട് കുറച്ച് അടുപ്പം വരിക. ദൈവത്തോടും ദേവാലയത്തോടും ചേർന്ന് നടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇഷ്യൂസ് മറികടക്കുള്ള ധൈര്യം നമുക്ക് കിട്ടണമെന്ന് അവർക്ക് ബോധ്യപ്പെടും. അത് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അന്ന് അവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും, അവർ ഭയങ്കരമായിട്ട് നമ്മൾ കൊണ്ടുനടക്കും. അത് ഭയങ്കര അനുഗ്രഹമാണ്. ആ ദിവസം എല്ലാവരും നിർബന്ധം എത്തിയിരിക്കും. അത് വലിയൊരു വ്യത്യാസം ഞാൻ മനസ്സിലാക്കിയത്. മറ്റുള്ള PT-കൾ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ അറിയില്ല. ഇല്ലെങ്കിൽ അത് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. So let's praise. നിങ്ങൾ ഇന്ന് എന്താണ് ഒരുങ്ങി വന്നിട്ടുള്ളത്? അപ്പൊ നമുക്ക് ചർച്ചയിലേക്ക് കടന്നാലോ? വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അപ്പോൾ ബൈബിൾ എങ്ങനെയാണ് വിശ്വാസത്തെ നിർവചിക്കുന്നത്? വിശ്വാസത്തിന്റെ ഉദാത്ത മാതൃകയായിട്ട് ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നത് അബ്രഹാമിനെയാണ്. തുടർന്ന് നമ്മൾ കാണുന്നത് ഹെനോക്കിനെയാണ്. വിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച ഹെനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മയെയാണ്. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈശോയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. വിശ്വാസം എന്നത് അന്ധകാരത്തിലേക്കുള്ള ഒരു എടുത്തുചാട്ടമാണ്. നമ്മുടെ മുമ്പിൽ ഒന്നുമില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിലേക്കുള്ള ഡയർ ടു എൻ്റർ എന്നാണ് പറയുക. അതായത് ധൈര്യപൂർവ്വം ഞാൻ എൻ്റെ കാലെടുത്തു വയ്ക്കുകയാണ്. അവിടെ ഒന്നുമില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ അവിടെ ഒരു അദൃശ്യ ശക്തിയുണ്ട്, അല്ലെങ്കിൽ ഒരു നമ്മളെ നിയന്ത്രിക്കുന്ന ഒരാൾ നമുക്ക് പുറകിലും മുമ്പിലും ഉണ്ട് എന്ന് നമുക്ക് വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ നമുക്ക് വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രൂവ് ചെയ്യാൻ സാധിക്കും, തെളിയിക്കാൻ സാധിക്കും. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് ഇത്രയും അടുത്തുള്ള വേറെ ഒരു ജനത, ശ്രേഷ്ഠമായ ജനത എന്ന് തന്നെയാണ് ബൈബിളിൽ പറയുന്നത്. നിയമാവർത്തനം 31:8 വരുമ്പോൾ കർത്താവാണ് നിന്റെ മുമ്പിലും പിൻപിലും നടക്കുന്നത് എന്ന ഒരു ഉത്തമ ബോധ്യം എൻ്റെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു ധൈര്യം, ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമർപ്പണമാണ്. ദൈവത്തിൽ നാം എന്തുമാത്രം നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നുവോ അതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസം ഞാൻ പ്രകടിപ്പിക്കുന്നത് പലപ്പോഴും സ്നേഹത്തിലൂടെയാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കുദാശകൾ സ്വീകരിക്കുന്നതിലൂടെ കുദാശകളിലോട് ഞാൻ കാണിക്കുന്ന ഒരു ആഭിമുഖ്യമുണ്ട്. അപ്പം ആ കുദാശകൾ എന്തുമാത്രം സ്നേഹത്തോടു കൂടി ഞാൻ പങ്കെടുക്കുന്നു, ആ കുദാശകൾ സ്വീകരിക്കുന്നു, അതെൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. ഏറ്റവും വലുതാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ആ പരിശുദ്ധ കുർബാനയിൽ ദൈവം സജീവമായിട്ട് വരികയാണ്, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കൂടെ നിൽക്കുകയാണ്. ഈ വിശ്വാസമാണ് എൻ്റെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത്. ഒരിക്കലും ദൈവം നമ്മുടെ പിൻപിൽ നിൽക്കുന്നവനല്ല, നമ്മുടെ കൂടെ നടക്കുന്നവനാണ്.
നമ്മുടെ ഏതൊരു കാര്യവും നമ്മുടെ ദൈവത്തിൻ്റെ മുൻപിൽ ഒരു സുഹൃത്തിനെ പോലെ പറയുവാനുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തളർച്ച ഉണ്ടാവുകയില്ല. യഥാർത്ഥ വിശ്വാസം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്? നമ്മുടെ വിശ്വാസം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്? യഥാർത്ഥമായ വിശ്വാസം. ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരു വചനമുണ്ട്, സങ്കീർത്തനം 23. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം വരണം. ഈ ഒരു വചനം അടിയുറച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്ത് പ്രതിസന്ധി വന്നാലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. പച്ചയായ പുൽത്തകടി എന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്റ്റിംഗ് പ്ലേസ് ആണ്. നമ്മൾ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, കംഫർട്ടാണ് അവിടെ പുൽത്തകടിയിൽ. പിന്നെ ഒരു സങ്കീർത്തനം 23 മുഴുവനാണ് എൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും നേരിടാൻ എനിക്ക് ശക്തി നൽകി. വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? അത് ദൈവത്തിന്റെ ദാനമാണോ അതോ മനുഷ്യന്റെ തിരഞ്ഞെടുപ്പാണോ? വിശ്വാസം ദൈവത്തിന്റെ ദാനമാണ്, കൃപയിൽ നിന്നാണ് അത് നമുക്ക് വരുന്നത്. വിശ്വാസം എന്നത് നമുക്ക് ഒരിക്കലും നമ്മളായിട്ട് എടുക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഈശോ നമുക്ക് വേണ്ടി തരുന്ന ഒരു ദാനം തന്നെയാണത്. നമുക്ക് വിശ്വാസം പകർന്നു കിട്ടുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. നമ്മുടെ മാതാപിതാക്കളുടെ വിശ്വാസം കണ്ടിട്ടാണ് മക്കൾക്ക് ഇത് പകർന്നു കിട്ടുന്നത്. നമ്മുടെ ബൈബിളിൽ ഒരു വചനമുണ്ട്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ എങ്ങനെ വളർത്തുവാനും ശക്തിപ്പെടുത്തുവാനും സാധിക്കും? ഞങ്ങളുടെ വികാരിയച്ഛൻ ഫാദർ റോയ് ജോസഫ് വടക്കൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരുമിച്ച് ഭക്ഷിക്കുക, ഒരുമിച്ച് പ്രവർത്തിക്കുക, ഒരുമിച്ച് വളരുക. മാസാദി വ്യാഴാഴ്ച എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് ആരാധന ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഒരുമിച്ച് ഞങ്ങൾ രാത്രി ഭക്ഷണം ഒരുമിച്ച് കഴിക്കുകയും ചെയ്യാറുണ്ട്. ഡെയിലി പള്ളിയിൽ വരികയാണെങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവാം. എന്നാൽ ഇപ്പോൾ പള്ളിയിൽ പോക്ക് മുടങ്ങിയാൽ ഒരു പക്ഷെ വിശ്വാസം പലർക്കും ഒരു ബലക്ഷയം ഉണ്ടാകാം. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ അടിപ്പതറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നമ്മൾ പാപം ചെയ്യുമ്പോൾ ഈശോയിൽ നിന്ന് നമ്മൾ അകലാണ് ചെയ്യണേ. അപ്പോൾ പാപം ചെയ്യാതിരിക്കാൻ നമ്മൾ കൂദാശകൾ കൂടെ കൂടെ സ്വീകരിക്കണം. രാവിലെ എണീക്കുമ്പോൾ പള്ളിയിൽ പോകാൻ മടിയൊക്കെ തോന്നുന്നത് അതൊരു വിശ്വാസത്തിന് ഒരു ഇടർച്ച വരുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ മടി വരുമ്പോൾ നമ്മൾ അതിനെ തരണം ചെയ്ത് പള്ളിയിൽ പോകാൻ എല്ലാ ദിവസവും ശ്രമിക്കണം. കൂടെ കൂടെ കുമ്പസാരിക്കണം. കുമ്പസാരക്കൂട്ടിലേക്ക് പലപ്പോഴും പ്രവേശിക്കാൻ മടി തോന്നാറുണ്ട് എല്ലാവർക്കും. അപ്പോൾ ആ മടിയൊക്കെ വരുമ്പോൾ അതൊക്കെ തരണം ചെയ്ത് ആ കൂദാശ സ്വീകരിക്കാനും അങ്ങനെ വിശ്വാസത്തെ വളർത്താം. എല്ലാവരും ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്കും ചെയ്യാം. എല്ലാവരും മദ്യം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും അതൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്കിപ്പോൾ ഒരു പ്രാവശ്യം കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ യുവാക്കളിലും യുവതികളിലൊക്കെ വരുന്നത് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഒരു പ്രാവശ്യമായാലും തെറ്റ് തന്നെയാണെന്നുള്ള ബോധ്യം നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ലഭിക്കണം. ഒപ്പം തന്നെ നമ്മുടെ ഇടവകയിൽ നിന്നും നമ്മുടെ മതബോധന അധ്യാപകരിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അതിൽ ഉറച്ച് വളരാനായിട്ട് എല്ലാ മക്കളും ശ്രദ്ധിക്കണം എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകളും അത് ക്രിസ്തുവിന് വേണ്ടി തന്നെ കൊടുക്കുവാൻ ഈ മക്കൾ തയ്യാറാണ്. നമുക്ക് അവരുടെ നല്ലൊരു പെർഫോമൻസ് കണ്ടാലോ? ഭജപാലകുലജാതനവനീശ്വരം ഭജതേ സദാ കന്യമറിയാസുരം കരുണാനിലയമേകഭൂരക്ഷകം ഭജതേ സദാ ക്രിസ്തുദേവ പ്രഭും മതിലേമിലേകതാ ഒരു ഗോഷ്ഠജനനം കൈകാൽ കുടഞ്ഞു ചിരിച്ചൊരു പുണ്യം നിജമർത്യ കുലപാപ വൃന്ദാധികരണം ലോകത്തിൻ പാപത്തെ സ്വയമേറ്റ ചരിതം അതിരുചിരം തിരുമംഗലഘോഷം അതിഥികളധികം ഭോജ്യം തുച്ഛം കിംകരണീയം ഹൃദയ ക്ലേശം കരുണാമയതവൻ മൊഴിയുന്നു മമ ചാരേ ചടുതി സമാനയ സുജലം ദിവ്യസ്പർശമതൊന്നാൽ ജലമധു ദ്രാക്ഷാരസമായി മാറ്റി ദേവൻ
നിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നെത്തി 12 പേർ നിന്റെ ശിഷ്യരായി. 12 പേരും ഒന്നിച്ചു നീ ലോകത്തിൽ പാപമുക്തിക്കായി അലഞ്ഞലഞ്ഞു. 12 പേർക്കും തനിക്കുമൊപ്പം വെള്ളി താമ്പാളത്തിൽ നീ വിളമ്പി ഭോജ്യം. അന്തിമ ഭോജന വേളയിലരുളി ഇതിലൊരുവൻ ഒട്ടിക്കൊടുക്കുമെന്നേ. ചുംബനം കൊണ്ട വിജ്ഞാനമേകി ഗുരുവിനെ ഒറ്റിക്കൊടുത്തു ശിഷ്യൻ. 30 വെള്ളിക്കാശിനായി ലോകത്തിലാദ്യത്തെ വഞ്ചകനായുദാസ്. മുൾമുടി അണിഞ്ഞും മരക്കുരിശേന്തിയും കാൽവരിയിലെ കഥമഹിഷന്റെ യാനം. ചാട്ടവർ അടിയേറ്റു പിടയുന്നു നാഥൻ. രക്തവും കണ്ണീരും ഒഴുകുന്ന പാത. ഓടി വന്നെത്തിയ കണ്ണീരു കൈലേസിലൊപ്പി വൈരോനിക്ക എന്ന പാപം. എന്തത്ഭുതം കൊച്ചു തൂവാലയിൽ പതിക്കുന്നതേ വേശ നിന്തിരുമുഖം. കൈകാലില്ലാഞ്ഞടിച്ചാണി തറച്ചത നന്മയെ കുരിശിലേറ്റുന്ന തിന്മ. മടിയിൽ മകനെ കിടത്തി വിലാപത്തിൽ മിഴിവാർന്ന പ്രതിമ പോൽ പാവമമ്മ. ഗിരികൾ പിളർന്നു വസുന്ധര കുലുങ്ങി. ദേവാലയ തിരശീല കീറി. സ്വർഗീയ ദൂതൻ ഒരാൾ വന്നു കല്ലറ തുറന്നു. 3-ാം ദിനം ഉത്ഥാനമായി ശുഭ്രവസ്ത്രാംഗിത നിത്യമേഘം പോലെ വാനിലലിഞ്ഞു. സ്നേഹമൂർത്തി. കാരുണ്യം മുടൽ പൂണ്ടൊരു നാഥ യേശുനാഥ. ഭക്തന്റെ പാപങ്ങൾ ഹരിച്ച നാഥ യേശുനാഥ. കടലിന്റെ മീതെ നടന്ന നാഥ ശ്രീ യേശുനാഥ. ആരനിക്കഭയമൻ യേശുനാഥ ലോകനാഥ. വളരെ മികച്ചൊരു പെർഫോമൻസ് തന്നെയായിരുന്നു അത്, അല്ലേ? അപ്പൊ നല്ലൊരു കയ്യടി കൊടുക്കണ്ടേ? നല്ലൊരു കയ്യടി കൊടുത്തേ. ബൈബിളിൽ വിശ്വാസത്തിന്റെ മികച്ച ഉദാഹരണങ്ങൾ ആർക്കാണ്? അബ്രഹാം, മോശ, പിന്നെ ഹെനോക്ക്, പിന്നെ പുതിയ നിയമത്തിൽ പരിശുദ്ധം. വിശ്വാസം മൂലം ആബേലിന്റെയും കായന്റെയും ബലിയർപ്പണത്തിൽ ദൈവം ആബേലിന്റെ ബലിയാണ് സ്വീകരിച്ചത്. അബ്രാഹത്തിന്റെ വിശ്വാസം മൂലം അബ്രാഹാം തൻ്റെ ഏകജാതനായ മകനെ ദൈവത്തിന് ബലിയഴിക്കാൻ തയ്യാറായി. വിശ്വാസം വഴി മോശ പെട്ടകം പണിത് പ്രളയത്തിൽ നിന്ന് തൻ്റെ കുടുംബത്തെ രക്ഷിച്ചു. ഹെനോക്ക്, പിന്നെ പൗലോസ്, സ്ലീവായി, പിന്നെ പുതിയ നിയമത്തിലെ പരിശുദ്ധമ്മ. യൗസേപിതാവും വിശ്വാസത്തിൻ്റെ വലിയൊരു മാതൃകയാണ്. കാരണം കർത്താവ് ദൈവത്തിൻ്റെ മാലാക അരുൾ ചെയ്തപ്പോഴെല്ലാം ഒരു മടിയും കൂടാതെ പരിശുദ്ധ മറിയത്തിനെ പോലെ തന്നെ മറിയത്തെ ഉപേക്ഷിക്കാതെ ഇത്രയും വലിയൊരു ത്യാഗം ചെയ്തൊരു മനുഷ്യനാണ് യൗസേപിതാവ്. പുതിയ നിയമത്തിൽ പരിശുദ്ധ മറിയത്തിനെ പറയുന്നത് പോലെ തന്നെ നമ്മളും യൗസേപിതാവിനെ വിശ്വാസത്തിൻ്റെ വലിയൊരു മാതൃകയായിട്ട് നമ്മൾ പറയണം. ദൈവവുമായുള്ള ബന്ധത്തിൽ വിശ്വാസത്തിന്റെ പങ്ക് എന്താണ്? ദൈവവുമായുള്ള ബന്ധത്തിൽ
ഒരു നിർണായക പങ്ക് വഹിക്കുന്നത് വിശ്വാസമാണ്. മാത്രമല്ല ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിനും അടിസ്ഥാനം വിശ്വാസം തന്നെയാണ്. ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, ആള് തരുന്ന ഓരോ സഹനങ്ങളും പ്രശ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം നല്ല പോസിറ്റീവ് മൈൻഡിൽ ഉൾക്കൊള്ളുന്നത് തന്നെയാണ് വിശ്വാസം. ഇനിയിപ്പോൾ നമുക്കൊരു പ്രശ്നം കിട്ടിയെന്ന് വെച്ചിട്ട് ദൈവമില്ലാന്ന് വിശ്വാസം പോയാൽ അത് ഉറച്ച വിശ്വാസമല്ല. ബട്ട് പ്രശ്നങ്ങൾ തന്നാലും നമ്മൾ അത് ദൈവം തരുന്നത് ഒരു കാരണം കൊണ്ട് തന്നെയാണെന്ന് വിശ്വസിക്കുന്നതാണ് ഉറച്ച വിശ്വാസം. ഇനി ഒരു ഡാൻസ് കൂടി കണ്ടാലോ? അവരുടെ വിശ്വാസത്തെ ഏറ്റുപറയാൻ വേണ്ടിയിട്ട്, ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ വേണ്ടിയിട്ട്. നമുക്ക് അടുത്തൊരു പ്രോഗ്രാം കൂടി കണ്ടിട്ട് തിരിച്ചു വരാം. ജോർദാൻ നദി തീരമേ, തിരപാടും യൂദായിൻ കുളിർ തീരമേ, കരിമിഴി പോലൊരാ തിരമിഴിച്ചേലുമായി, കരിമിഴി പോലൊരാ തിരമിഴിച്ചേലുമായി ഒഴുകി വരും തഴുകി വരും, ഒഴുകി വരും തഴുകി വരും, അഴകൊഴുകും തിരപുണരും പുണ്യ ജോർദാൻ നദീ തീരമേ, യൂദായിൻ കുളിർ തീരമേ. തീരത്തായി വന്നൊരു താപസൻ തേജസ്വരൂപിയായി, പാപമാർഗങ്ങളിൽ മേയും ജനത്തിനായി മോക്ഷമാർഗങ്ങൾ തുറക്കാൻ, ആ ജനമധ്യേ വിരൽ ചൂണ്ടി നിന്നയാൾ യേശുവിൻ വഴിയൊരുക്കി. സ്നാപക യോഹന്നാൻ ആറടിപ്പൊക്കമാണാജാനുബാഹുവാണാരെയും കൂസാത്ത ഭാവം, ഒട്ടകത്തോലിനാലൊട്ടാകെ ചുറ്റിയൊരൊറ്റയാൻ പോലവൻ ചൊല്ലി. അണലി സന്തതികളെ മൃത്യു വിതച്ചിടും, പാപസന്തതികളെ നാശം, കനിയൊന്നുമില്ലാത്ത മാമരങ്ങൾ നിങ്ങൾ മഴുവിനാൽ കടയറ്റു വീഴും. ദൈവകോപം നിശ്ചയം, കർമ്മപാപം ശിക്ഷകം, മാനസാന്തരം രക്ഷകം, ദൈവരാജ്യം മാഗതം, മാനസാന്തരം രക്ഷകം, ദൈവരാജ്യം മാഗതം. ഹേറോദിയാസിൻ കൊട്ടാരം, ധർമ്മം മരിച്ചൊരു കൊട്ടാരം, ഗർവിഷ്ഠകാരൻ ഹേറോദെ സ്വന്തം സോദര ഭാര്യയെ സ്വന്തമാക്കി, ഹേറോദ്യ കൊട്ടാര റാണിയായി. സ്നാപകൻ ശാസിച്ചു, ഹേറോദ്യ കലികൊണ്ടു, യോഹന്നാൻ രാജാവിൻ തടവിലായി. പിറന്ന
ഒത്തിരി ഇഷ്ടമാകവെ ഹെറോദേസിന് ആശയായി ഇഷ്ടമുള്ളത് നൽകിടാൻ അമ്മതൻ ചെവി മന്ത്രമായി മകൻ പറഞ്ഞു മധുരമായി യോഹന്നാന്റെ തലമതി സ്നാപകൻ തൻ ചിരസിത താലമുള്ളിൽ ധീരമായി മണ്ണിലെന്നും നിൽപ്പിതാ നിർഭയത്തിൻ സാക്ഷ്യമായി ദൈവസ്നേഹം നിശ്ചയം കർമ്മപാപം ശിക്ഷകം മാനസാന്തരം രക്ഷകം ദൈവരാജ്യം മാതകം നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് അവർ നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ചത്. നമുക്ക് നല്ലൊരു കൈയടി കൊടുത്താലോ? കേരളത്തിലെ മക്കൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടിമപ്പെട്ടിരിക്കുന്നത് ലഹരിക്കാണ്. അത് എങ്ങനെ തരണം ചെയ്യാം, ഇല്ലെങ്കിൽ അത് എന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നു? നമുക്ക് ടീച്ചേഴ്സിനോട് തന്നെ ചോദിക്കാം, അവർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന്. ഇന്ന് ഈ ആധുനിക യുഗത്തില് ഏറ്റവും വലിയ വൻ വിപത്തായി നിലകൊള്ളുന്നത് ലഹരിയാണ്. നമ്മുടെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും സാമൂഹിക ജീവിതവും വിശ്വാസ ജീവിതത്തെയും ഈ ലഹരി ബാധിക്കുന്നുണ്ട്. നമ്മുടെ സെന്റ് തെരേസാസ് കപ്പൽപ്പള്ളിയുടെ വികാരി അച്ഛൻ ഫാദർ റോയ് വടക്കൻ എപ്പോഴും പറയുന്നതാണ്, ലഹരി വേണം, പക്ഷേ ആ ലഹരി ഈശോയെ കണ്ടെത്തുന്നതിന് പ്രത്യേകമായി. പിന്നെ കളികള്, വായന, അങ്ങനെ ജീവിതത്തിന് വേണ്ട നല്ല ലഹരികളിൽ മക്കൾ വളരണം. എല്ലാ മക്കളും പ്രാർത്ഥനാ ജീവിതത്തില്, കുടുംബത്തിലും ഇടവകയിലും വളരട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ ടീച്ചേഴ്സ്, അടുത്ത ക്വസ്റ്റ്യനും നിങ്ങളോട് തന്നെയാണ്. ഏകദേശം +2 കഴിഞ്ഞ് ഒരു 3 വർഷം ACC കൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ മക്കളെ. എന്നിട്ടും പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് അവർ അകന്നു പോകുന്നുണ്ട്. ഇതിനൊക്കെ എന്തായിരിക്കും ഒരു കാരണം? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പലപ്പോഴും നമ്മൾ ക്ലാസ് റൂമിൽ പഠിക്കുന്ന യാഥാർത്ഥ്യങ്ങളല്ല കുട്ടികൾ ജീവിതത്തിലെ അവർ അഭിമുഖീകരിക്കുന്നത്. ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കളാണ്. അവരുടെ മാതാപിതാക്കളുടെ വിശ്വാസത്തിൽ എത്രത്തോളം ആഴപ്പെട്ട് ദൈവാശ്രയ ബോധത്തിൽ അവർ ജീവിക്കുന്നു എന്നുള്ളതാണ് ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ നോക്കിക്കാണുന്നത്. എൻ്റെ ദൈവത്തെ ഞാൻ വിളിച്ചാൽ എൻ്റെ കൂടെ ഇറങ്ങി വരുന്നവനാണ് എൻ്റെ ദൈവം എന്നുള്ള ബോധ്യം പലപ്പോഴും കുട്ടികൾക്കുണ്ടാകുന്നില്ല. അപ്പോൾ കുടുംബത്തിൽ നിന്ന് വേണം വിശ്വാസം വളരുവാൻ, മാതാപിതാക്കളെ കണ്ടു വേണം കുട്ടികൾ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ. മറ്റുള്ള ഇടവകൾക്ക് മാതൃകയാക്കാവുന്ന രീതിയിൽ ഒരുപാട് കോ-കരിക്കുലർ ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട്. വിശ്വാസത്തിൽ വളരുവാനും അത് സംരക്ഷിക്കുവാനും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ പ്രധാന അധ്യാപകരും ടീച്ചേഴ്സും ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. മാഷേ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എറവ് മതബോധന യൂണിറ്റിൽ 650 കുട്ടികളാണ് പഠിക്കുന്നത്. അവരെ പരിശീലിപ്പിക്കുന്നത് 35ഓളം അധ്യാപകരാണ്. ഒരുപാട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഈ യൂണിറ്റിൽ കാഴ്ചവെക്കുന്നു. ഉദാഹരണത്തിന് മിഷൻ സൺഡേ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് മിഷൻ സൺഡേ ദിവസങ്ങളിൽ ഈ ഇടവകയിലെ എല്ലാ വീടുകളിലും കുട്ടികൾ യൂണിറ്റായിട്ട് തിരിഞ്ഞ് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് PTA അധ്യാപകരുടെ നേതൃത്വത്തിൽ സ്ക്രാപ്പുകൾ, പാഴ്വസ്തുക്കളൊക്കെ കളക്ട് ചെയ്തിരുന്നു. നല്ലൊരു തുക അവർ അതിൽ നിന്ന് നേടി മിഷന് കൊടുത്തു. ക്രിസ്മസ് പോലുള്ള വിശേഷ അവസരങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾ ടീച്ചേഴ്സിൻ്റെ കൂടെ പോയിട്ട് ഈ ഇടവകയിലെ രോഗികളായിട്ടുള്ളവരുടെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ വൃദ്ധസദനങ്ങളിൽ, നമ്മുടെ തൃശ്ശൂർ അതിരൂപത നടത്തുന്ന വൃദ്ധസദനങ്ങളിലൊക്കെ പോയിട്ട് അവരുടെ കൂടെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി വേറിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു യൂണിറ്റാണ് എറവ് യൂണിറ്റ്. അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാവരുടെയും പിന്തുണയുടെയും അനുഗ്രഹത്തോടു കൂടി ഏറ്റവും നല്ല രീതിയിൽ എറവ് യൂണിറ്റ് മുന്നോട്ട് പോകുന്നു. എങ്ങനെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാം, വിശ്വാസത്തിൽ ചഞ്ചലരാകാതെ എങ്ങനെ മുന്നോട്ട് പോകാം, ഇതെല്ലാമാണ് ഇന്നത്തെ ചർച്ചയിൽ നാം കണ്ടത്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു ഇടവകയിൽ മറ്റൊരു ചർച്ചയുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.